കാര്യം ഇപ്പോൾ അങ്ങയുടെ അറസ്റ്റിന് പിന്നാലെ അങ്ങയുടെ തന്നെ മണ്ഡലത്തിൽ വന്യമൃഗശല്യങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് കാട്ടുപന്നി ആക്രമണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ വനം വകുപ്പ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് പോലെയുള്ള പ്രതിഷേധ പരിപാടികൾ ഇനിയും പ്രതീക്ഷിക്കാമോ ഈ ഒരു സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ? ഇപ്പോൾ ഇന്നിപ്പോൾ പോത്തുകൽ പഞ്ചായത്തിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്, കണ്ണൂരിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞത് കഴിഞ്ഞ 4 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുലിയൊന്നും വെറുതെ ഇറങ്ങാൻ ദയവായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഉൾക്കാടുകളിൽ നിന്ന് ഈ പറയുന്ന പുലിയെയും സിംഹത്തിനെയും ഒക്കെ കൂട് വെച്ച് പിടിച്ചിട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പാതിരാത്രിയിൽ മനുഷ്യവാസ പ്രദേശത്ത് കൊടുന്ന് ഇറക്കി വിടുന്നുണ്ട് എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ജനങ്ങൾ ഇപ്പോൾ അംഗീകരിച്ച് വരികയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പശ്ചിമഘട്ടത്തിലെ ജനവാസം ഒഴിവാകണം, പശ്ചിമഘട്ടത്തിലെ വനവ്യാപ്തി വർദ്ധിക്കണം. അതൊരു ഇൻ്റർനാഷണൽ ലോബിയിങ്ങിൻ്റെ ഭാഗമാണ്. ആ ഇൻ്റർനാഷണൽ ലോബിയിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്. അവർക്കതിന് വലിയ രീതിയിലുള്ള പണം ലഭ്യമാകുന്നുണ്ട്. അപ്പം ജനങ്ങൾ നിർബന്ധിതമായിട്ട് നമ്മൾ വിട്ടെറിഞ്ഞ് പോകണം. നമ്മുടെ ജീവൻ അപകടമായാലും എന്ത് സമ്പത്തുണ്ടെങ്കിലും വിട്ടെറിഞ്ഞ് പോകില്ലേ? അതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ അമരമ്പലം പഞ്ചായത്തിലെ നിലമ്പൂരിൽ പാട്ടക്കരിമ്പ് എന്ന് പറയുന്ന വാർഡിൽ 42 കുടുംബങ്ങൾ 15 ലക്ഷം രൂപ വാങ്ങിയിട്ട് അവർ ഇറങ്ങി പോവുകയാണ്. ഇങ്ങനെ 15 ലക്ഷം ഗവൺമെൻറ് കൊടുക്കുന്നത്? ആ കൊടുക്കുന്നത് 5 സെൻറ്റും വീടായാലും 10 സെൻറ്റും വീടായാലും 10 ഏക്കർ വീടായാലും 15 ലക്ഷമാണ്. ഏക്കർ കണക്കിന് ഭൂമിയും വീടും ഇട്ടിറങ്ങിയിട്ട് ആ വെറും 15 ലക്ഷം വാങ്ങിയിട്ട് മലയോര കർഷകർ ഒരു കുടിൽ കെട്ടി ഏതെങ്കിലും റോഡിൻ്റെ സൈഡിൽ താമസിക്കാൻ തയ്യാറാകുന്ന സാഹചര്യത്തേക്ക് കേരളത്തെ എത്തിയതല്ല, കേരളത്തെ എത്തിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ ആ രാഷ്ട്രീയം വിടുന്ന് നമുക്കതിലേക്ക് വരാം. ഇവിടെ എന്താ വിഷയം? ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയമാണ് ഇവിടുത്തെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയം. ഇപ്പോൾ ഇവിടുത്തെ ജപ്തി നടപടികൾ ആരവിടെ ജപ്തി ചെയ്യുന്നത്? കാർഷിക മേഖലയിൽ ആകെ ജപ്തിയാണ്. ഒരാളുടെയും ആധാരം ഒരാളുടെയും കയ്യിലില്ല, സകലം കേരള ബാങ്കിൻ്റെ കയ്യിലാണ്. ഇങ്ങനെ ഒരു കൊള്ള സംഘമായി എന്തിനായി കേരള ബാങ്ക് ഉണ്ടാക്കിയത്? കേരള ബാങ്ക് ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ ഈ കൊള്ളയടിയാണ്. ആരാണ് കേരള ബാങ്ക് ഉണ്ടാക്കിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇവിടുത്തെ ജില്ലാ ബാങ്കുകളായിരുന്ന സമയത്ത് എനിക്കറിയാം, മലപ്പുറം ജില്ലാ ബാങ്ക് ഇവിടെ ലീഗായിരുന്നു ഭരിച്ചിരുന്നത്. ഞാൻ CPM-കാരനായി നിൽക്കുമ്പോഴും ഇടതുപക്ഷത്തെ MLA ആയി നിൽക്കുമ്പോഴും ആളുകൾ വന്നിട്ട് ഈ ജപ്തി നടപടികളെ കാര്യം പറയുമ്പോൾ ജില്ലാ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചോ അല്ലെങ്കിൽ ലീഗൽ നേതൃത്വത്തെ വിളിച്ചിട്ടോ തൽക്കാലം ആ ജപ്തി ഒന്ന് നീട്ടിക്കൊടുക്കണം, അവർക്കൊരു സമയം കൊടുക്കണം, നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പം വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിരുന്നൊരു മേഖലയാണ്. ഇന്നിത് വലിയൊരു കേരള ബാങ്ക് എന്ന് പറഞ്ഞൊരു സംഭവമാക്കി മാറ്റി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കൊള്ളയടിക്കുക. എങ്ങോട്ടാണ് ഈ പണം മുഴുവൻ പോകുന്നത്? ഇതൊക്കെ ഒരു പാർട്ടി ക്യാപിറ്റലൈസ് ചെയ്യാണ്. ആരെ പണമാണ് കൊള്ളയടിക്കുന്നത്? ഈ പാവപ്പെട്ട സഖാക്കളൊക്കെ തന്നെയാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ലീഗുകാരും മാത്രമല്ലല്ലോ, വലിയ വിഭാഗം കർഷകർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആശ്രയത്തിൽ ജീവിക്കണം. അവരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊള്ളയടിക്കുന്നത്. എല്ലാ മേഖലയിലും കൊള്ളയടിയാണ്. ഇങ്ങനെ മനുഷ്യനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതിന് മുൻഗണന കൊടുത്തു പോകുന്ന ഇത്തരം വിഷയങ്ങൾ, ഈ വന്യമൃഗശല്യമായാലും ഈ പറയുന്ന ജപ്തി നടപടികളായാലും ജനങ്ങൾ ഏറ്റെടുക്കേണ്ട, ഈ UDF ഏറ്റെടുക്കേണ്ട. എനിക്ക് പ്രിയപ്പെട്ട UDF പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ മലയോര മേഖലയെ കോൺസെൻട്രേറ്റ് ചെയ്യണം. 63 പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ പൂർണ്ണമായും കൂടെ നിർത്തണം. അവരാണ് നമുക്ക് ഭക്ഷണം തന്നവർ. അവരെ ഇത് കയ്യേറ്റക്കാരാണ്, അത് ചേട്ടന്മാരെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്ന അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യത. കേരളം ഭക്ഷണം കഴിച്ചത് നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് ഈ പാൻറ്റും ഷർട്ടോട്ട് ഈ ആരോഗ്യത്തോടെ നടക്കുന്നത് ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണം കഴിച്ചിട്ടാണ്. ഇന്നൊരു ഭക്ഷണം നമുക്ക് കിട്ടാനില്ല. ആന്ധ്രയിൽ നിന്നും ബോംബെയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും UP നിന്നൊക്കെ വരുന്ന ഭക്ഷണം, പച്ചക്കറി, വിഷം ചേർത്ത പച്ചക്കറിയും സാധനങ്ങൾ കഴിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിൽ എത്തിച്ചത് ഈ ഗവൺമെൻറ് തന്നെയാണ്. 8.5 കൊല്ലമായി പിണറായി നയം തുടരുകയാണ്. 8.5 കൊല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് 10ാമത്തെ ദിവസം 6 ആൾ ആന ചവിട്ടിക്കൊന്നു. 6 ആൾ. നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ വരും, മന്ത്രിൻ്റെ ആൾ വരും, അല്ലെങ്കിൽ മന്ത്രി ഫോൺ ചെയ്യും, എന്നിട്ടൊരു കണക്ക് അവതരിപ്പിച്ച് പിന്നെയാന്ന് മന്ത്രി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് മരണം കുറച്ച് കൊണ്ടുവരാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. ഞാൻ ഇത് കേസ് പരിശോധിച്ചപ്പോൾ മരണം കുറഞ്ഞു വരികയാണെന്ന്. ഇങ്ങനെ തമ്മാടിത്തം പറയുന്നൊരു മന്ത്രി. ആവാസ വ്യവസ്ഥ, പൊന്നാട സുഹൃത്തുക്കളെ, എന്താണ് ഈ ആവാസ വ്യവസ്ഥ? ജനങ്ങളോട് ഇവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ. നമ്മളൊക്കെ മനസ്സിലാക്കിയ ആവാസ വ്യവസ്ഥയുണ്ട്. ഈ പന്നിയെല്ലാം പെറ്റുപെരുകി ഈ നാട്ടിലുണ്ടായാൽ പ്രകൃതിയുടെ ഈ ആവാസ വ്യവസ്ഥക്ക് എന്ത് സംഭാവനയാണ് നൽകുന്നത്? ആന പെറ്റുപെരുകി മനുഷ്യനെ ചവിട്ടിക്കൊല്ലുമ്പോൾ, ആനയുടെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ എന്ത് ആവാസ വ്യവസ്ഥ? എന്താണ് ആ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ആ ആനയുടെ സാന്നിധ്യം കൊണ്ട്
ഈ ആനയുടെ വർധന കൊണ്ട് എന്ത് ഗുണം ഈ ആവാസ പ്രകൃതിക്ക് കിട്ടുന്നു? മനുഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണം ഗവൺമെൻറ്. ആവാസ വ്യവസ്ഥക്ക് ആഘാതമേൽക്കുമെന്ന് പറയുന്നത്. പിണറായി സാധാരണ പോലീസുകാരെ ഈ എന്ത് വിഷയത്തിൽ എന്താ പറയുക, അവരുടെ മനോവീര്യം കെടുത്തരുത്. മനസ്സിലായില്ലേ?